ഇനി ഇതേപോലെ തന്നെ ബോത്ത് പാർട്ടീസ് അല്ലേ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഹയർ പർച്ചേസറുടെ പോയിന്റ് ഓഫ് വ്യൂല് ജേണൽ നോക്കി. ഇനി ഹയർ വെൻഡറുടെ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് ജേണൽ എന്നുള്ളതാണ്. ഇവിടെ ഹയർ വെൻഡേഴ്സ് ബുക്ക് എഴുതും. വരയ്ക്കുന്നതെല്ലാം സെയിം ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് 3 വർഷമാണ്. അപ്പൊ അതുകൊണ്ട് 1990, 1991, 1992 ഏത് വർഷത്താലും ഇവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എഴുതിയാലും കുഴപ്പമില്ല. അത് എന്ത് എഴുതിയാലും പ്രശ്നമില്ല. എത്ര ഇൻസ്റ്റാൾമെന്റ് ആണോ അത്രയും വർഷത്തേക്കാണ് ചെയ്യേണ്ടത്. അങ്ങനെ എഴുതി. അതിനുശേഷം ഡെബിറ്റ് ക്രെഡിറ്റ്, ഡെബിറ്റ് ക്രെഡിറ്റ്, ഡെബിറ്റ് ക്രെഡിറ്റ്. നേരത്തെ ചെയ്യുന്ന അതേ കാര്യം തന്നെ ചെയ്യണത്. പക്ഷെ എൻട്രിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഹയർ വെൻഡറുടെ പോയിന്റ് ഓഫ് വ്യൂ ആകുമ്പോൾ ഓപ്പോസിറ്റ് ആളാണ്. അതായത് പർച്ചേസറുടെ പേരാണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ ഹയർ പർച്ചേസേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ സെയിൽസ് ഫസ്റ്റ് എൻട്രി. എഴുതുന്ന എമൗണ്ട് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് 12,894, 12,894. ഇത് എൻട്രി എഴുതുമ്പോൾ മാത്രം ഹയർ പർച്ചേസർ ആണ് വരുന്നത്. പർച്ചേസറുടെ പേര് എഴുതുക, രാമൻ കമ്പനിയാണ്, രാമൻ കമ്പനി ടു ഹയർ സെയിൽസ് എഴുതിയിട്ട് ക്യാഷ് പ്രൈസ് എഴുതുക. രണ്ടാമത്തെ എൻട്രി ഇതേപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു രാമൻ കമ്പനി, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ പർച്ചേസേഴ്സ് അക്കൗണ്ട് 2000 ഡെബിറ്റിലും 2000, ക്രെഡിറ്റിലും 2000. ഞാൻ അത് ഓൾറെഡി പറഞ്ഞല്ലോ. ഡെബിറ്റ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് 2 എൻട്രീസ് റിപ്പീറ്റേഷൻ ഇല്ല, സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും വരില്ല. അതുകൊണ്ട് ബ്ലാങ്ക് ഇട്ട് വയ്ക്കുക. ഓക്കെ. അതിനുശേഷം ഇൻട്രസ്റ്റ് കൊടുക്കണം. നേരത്തെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ആണ് ചെയ്തത്, ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ പർച്ചേസേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് 545, സെക്കൻഡ് ഇയറിലെ 372, ഇവിടെ 189. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നതാണ് ഇവിടെ. ഡൗൺ പേയ്മെന്റ് അതേ എൻട്രി തന്നെയാണ്, അതേ റിപ്പീറ്റേഷൻ തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു രാമൻ കമ്പനി. പക്ഷെ എഴുതുന്നത് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആണ്. 3 ഇൻസ്റ്റാൾമെന്റ് 4,000, 4,000, 4,000, 4,000, 4,000, 4,000. അതിനുശേഷം ഇൻട്രസ്റ്റ് മാത്രം, ഡിപ്രീസിയേഷൻ ഇല്ല. ഹയർ വെൻഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിപ്രീസിയേഷൻ അസറ്റ് ഹയർ പർച്ചേസറുടെ കയ്യിലാവുക കാരണം വെൻഡർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അത് കാരണം ഇൻട്രസ്റ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തിട്ട് ഇൻട്രസ്റ്റിന്റെ സെയിം എമൗണ്ട് 545, ഇവിടെ 545. സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് 372, 189. ഇത് വർക്കിംഗ് നോട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. എത്ര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഈ എൻട്രിയിൽ കിട്ടും. അതിനുശേഷം ലാസ്റ്റ് എൻട്രി ഹയർ സെയിൽസ് അക്കൗണ്ട് ലെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ക്യാഷ് പ്രൈസിനെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രിയാണ് ഹയർ സെയിൽസ് അക്കൗണ്ട് ലെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. എഴുതിയാലും എഴുതിയാലും പ്രശ്നമില്ല. ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ.